ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻ്റ് ആണ്. സോ വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ 11 പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് സിംപ്ലിസിറ്റി. ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വർക്കേഴ്സ് ആൻഡ് സിമ്പിൾ ടു ഓപ്പറേറ്റ് എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിരിക്കണം. എന്ന് വെച്ചാൽ വർക്കേഴ്സിന് മനസ്സിലാവുന്ന തരത്തിലുള്ളതും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളതും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള തരത്തിലുള്ളതായിരിക്കണം ഒരു ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിംപ്ലിസിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫെയർനെസ്. The system of wage payment should be fair and equitable both to the employer and employees. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വേജസ് കൊടുക്കുമ്പോൾ അത് ഫെയർ ആയിട്ട് ചെയ്യണം. അപ്പോൾ ദാറ്റ് മീൻസ് എംപ്ലോയർക്കും ഫെയർ ആയിരിക്കണം, എംപ്ലോയീസിനും ഫെയർ ആയിരിക്കണം. ലൈക്ക് എംപ്ലോയർ ഒരുപാട് ഇപ്പോൾ വർക്കേഴ്സ് ചെയ്തു കൊടുക്കുന്ന വർക്കിന് തുല്യമായിട്ടുള്ള വേജസ് കൊടുക്കണം. അപ്പോൾ ഒരുപാട് പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് അതൊരു അൺഫെയർ ആവും അല്ലേ. ലൈക്ക് അപ്പോൾ ഫെയർ ആയിട്ടുള്ള വേജ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എംപ്ലോയർക്കും ഫെയർ ആയിരിക്കണം, അത് കിട്ടുന്ന എംപ്ലോയീസിനും ഫെയർ ആയിരിക്കണം. ഫെയർ ആയിട്ടുള്ളൊരു വർക്ക് എംപ്ലോയീസിന് കിട്ടുകയും വേണം. അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് കുറവ് കിട്ടാതെ മീൻസ് കൂടുതൽ കിട്ടാതെ ഫെയർ ആയിട്ടുള്ളൊരു വേജ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, ഫെയർനെസ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫ്ലെക്സിബിലിറ്റി. ദ പ്ലാൻ ഓഫ് വേജ് പേയ്മെൻറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു മേക്ക് നെസസറി ചേഞ്ച് വിച്ച് മേ അറൈസ്. ഇപ്പം നമുക്ക് ഓരോ ഓർഗനൈസേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും അല്ലേ. സോ ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും വർക്ക് കൂടുതലായിട്ട് വരുമ്പോൾ വർക്കേഴ്സ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ അവരുടെ വർക്കിംഗ് അവേഴ്സിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അവർക്ക് ശമ്പളം ഇപ്പോൾ വേജസ് കൂട്ടിക്കൊടുക്കുക. അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താൻ തരത്തിലുള്ള ഇതായിരിക്കണം നമ്മുടെ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് തേർഡ് പോയിൻ്റ്, ഫ്ലെക്സിബിലിറ്റി. ആൻഡ് ഫോർത്ത് വൺ ഇസ് ആക്സെപ്റ്റബിലിറ്റി. The wage system should be acceptable to the workers, trade unions, management and other related parties. ആ ഒരു ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കണം. എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കണം ആ ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള വർക്കേഴ്സിനും അവിടെയുള്ള ഒരു ട്രേഡ് യൂണിയൻസിനും അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസും അക്സെപ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കണം ഒരു ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഫോർത്ത് ഫീച്ചറായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം അടുത്തത് എക്കണോമിക്കൽ. ഫിഫ്ത്ത് വൺ ഇസ് എക്കണോമിക്കൽ. ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം മസ്റ്റ് ബി ലോ. എന്ന് വെച്ചാൽ ഈ വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ ലോ ആയിരിക്കണം. വലിയ ഹൈ പ്രൈസ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള തരത്തിലുള്ള വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ഒന്നും ആയിരിക്കരുത്. ലോ ആയിട്ടുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ദ സിക്സ്ത് വൺ ഇസ് ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ലൈക്ക് ഇപ്പോൾ ബോണസ് കൊടുക്കുക, എക്സ്ട്രാ മണി പേ ചെയ്യുക. ഇപ്പോൾ ഒരാളെ കുറച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്യുവാണെങ്കിൽ അയാൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു എന്താ പറയുക പ്രചോദനമൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗിഫ്റ്റുകളും ഇൻസെൻറ്റീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലേ. ഇൻസെൻറ്റീവ്സ് ദ സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ് ടു വർക്ക് ഹാർഡ്. അവർ കൂടുതലായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലെ ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ദെൻ സെവൻത്ത് വൺ ഇസ് മിനിമം വേജ്. മിനിമം വേജ് എന്ന് വെച്ചാൽ ദ സിസ്റ്റം ഷുഡ് ഗ്യാരണ്ടി എ മിനിമം വേജ് ടു എവറി വർക്കർ. എന്ന് വെച്ചാൽ സിമ്പിൾ, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും ഒരു മിനിമം ഗ്യാരണ്ടീഡ് വേജസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം വേജ്. ഓക്കെ. എയ്ത്ത് വൺ ഇസ് ക്വാളിറ്റി ഔട്ട്പുട്ട്. The system must encourage the workers not only to increase quantity of output but also to improve quality of output. ഇപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അവരെ നമ്മൾ എന്തിനും ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി മാത്രം എൻകറേജ് ചെയ്യരുത്. പക്ഷെ എന്തുകൂടെ വേണം, നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി മാത്രം ഇങ്ങനെ ഒരുപാട് നേരം വർക്ക് ചെയ്ത് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചതിന് പോരാ. പക്ഷെ നമുക്ക് അതിന് എന്തുകൂടെ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വർക്കേഴ്സിന് വേജസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ ക്വാളിറ്റി ഔട്ട്പുട്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ നയൻത്ത് പോയിന്റ് ഇസ് കപ്പാസിറ്റി ടു പേ. The method of wage payment must be such that the wages should be in accordance with the capacity of the organization to pay. എന്ന് വെച്ചാൽ
ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാവും, അതിലുള്ള വർക്കേഴ്സിന് വർക്കിനനുസരിച്ചുള്ള വേജസ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വേജ് പേയ്മെൻറ്റ് സിസ്റ്റം മാത്രമേ അവർ അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കമ്പനിയുടെ ഇൻകം വളരെ കുറവും അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസായിട്ട് വേജസ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് ആ കമ്പനി ഒരിക്കലും സക്സസ് ആവില്ല അല്ലേ. അപ്പോൾ ആ കമ്പനിയിലേക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ മാത്രമാണ് ആ കമ്പനിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. എല്ലാ വർക്കേഴ്സിനും ഒരു നല്ല വേജസ് കൊടുക്കാനുള്ള തരത്തിലുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. സോ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ. അതാണ് 9th പോയിന്റ്, കപ്പാസിറ്റി ടു പേ. ദെൻ 10th വൺ ഇസ് മെറിറ്റ്. വേജസ് ഷുഡ് ബി പെയ്ഡ് അക്കോർഡിംഗ് ടു ദ മെറിറ്റ്. എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഷുഡ് ബി റിവാർഡഡ് മോർ. മെറിറ്റ് എന്ന് വെച്ചപ്പോൾ നമ്മളൊരു മെറിറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാവില്ല. ഒരു ഓർഗനൈസേഷനിൽ നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് അതിന് താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരു മീഡിയം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ലോവർ ലെവലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവും. അവർക്ക് നമ്മൾ എന്തായാലും ഒരു റിവാർഡ് കുറച്ച് കൂടുതലായിട്ട് അവർക്ക് നമ്മൾ വേജസിൻ്റെ കൂടെ നമ്മൾ റിവാർഡായിട്ട് കൊടുക്കണം. എന്നാലാണ് ബാക്കിയുള്ളവർക്ക് അത് കാണുമ്പോൾ നമ്മളും നന്നായി വർക്ക് ചെയ്താൽ അതുപോലെ റിവാർഡ് കിട്ടും എന്ന തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി ആ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മെറിറ്റ് എന്നത് ഈ വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഇക്വാലിറ്റി. Equality means equal pay for equal work should be the principle of good wage payment system. ഒരു ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഇപ്പോൾ തുല്യമായിട്ട് ഉള്ള തുല്യവേതനം നൽകുക എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ കോൺസെപ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നമുക്കറിയാം വുമൻസിനും മെൻസിനുള്ള ഒരു ഡിഫറൻസ് അല്ലേ. മെൻ വർക്കേഴ്സിന് കൂടുതലായിട്ട് കൊടുക്കുന്നു, വുമൻസിന് മെയിനായിട്ടും മോസ്റ്റ്ലി എല്ലാവരുടെയും കുറവായിട്ടാണ് കൊടുക്കുക. ഏതൊരു ജോലി എടുക്കുമ്പോഴും കുറവായിട്ടാണ് കൊടുക്കുന്നത്. സോ ഇക്വാലിറ്റി എന്ന് കൊണ്ടുവരുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണെന്നാണ് പറയുന്നത്. ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം ഒരു ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ. ഈക്വൽ വർക്ക് ഫോർ ഈക്വൽ പേ എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്തോ ആ വർക്കിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് വുമൻസിനാണെങ്കിലും മെൻസിനാണെങ്കിലും ഈക്വലായിട്ട് കൊടുക്കുക. അതാണ് ലാസ്റ്റ് പോയിന്റ്, ഇക്വാലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓർ ക്വാളിറ്റീസ് ഓഫ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഐഡൽ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഓർ ഇൻസെൻറ്റീവ് പ്ലാൻ ആയിരുന്നു എൻ്റെ ടോപ്പിക്ക്. അതിൽ നമ്മൾ 11 പോയിൻറ്റ്സ് ആണ് പഠിച്ചത്.